സിയോണി ഡാം കണ്ടില്ലായിരുന്നോ? അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതൊരു ചെറിയ ഡാമാണ്. പൽദോ എന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ പേര്. 1960 USSR തന്നെ നിർമ്മിച്ച ഒരു ഡാമാണിത്. 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഐബീരിയൻ രാജാവായിരുന്ന കിങ് അസ്പാഗർ നിർമ്മിച്ച ഒരു കോട്ടയാണിത്. ഉജർമ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഉജർമയാണ് ഈ സ്ഥലം. ഇവിടെ ഇറങ്ങണമെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു റോഡിലോട്ട് ഇറങ്ങുകയാണ്. ദൂരെ നമുക്ക് ഉജർമ ലേക്കിൻ്റെ വെള്ളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തണുപ്പ് സമയത്ത് ഈ ഭാഗത്ത് നന്നായിട്ട് മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് എന്നാണ് ഗൈഡ് പറഞ്ഞത്. എന്നിട്ട് ഈ മഞ്ഞ് ഉരുകിയിട്ട്, വേനലാകുന്ന സമയത്ത് മഞ്ഞ് ഉരുകിയിട്ടാണ് ഈ ലേക്കിലെ വെള്ളം രൂപപ്പെടുന്നത്. സിയോണി ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി പോകുന്നത് ഉജർമ ലേക്കിലാണ്. അതൊരു ഗ്ലേഷ്യർ ലേക്കാണ്. മഞ്ഞുപാളി ഉരുകി വെള്ളം കെട്ടിയുണ്ടാകുന്ന ഒരു ലേക്കാണ്. ഇനി അങ്ങോട്ടാണ് അടുത്ത യാത്ര. ഉജർമ ലേക്ക് is near or how far it is? 1 hour? 40 minutes around. Less than 1 hour. Okay. Yeah, Lada. I like this. We don't have Lada, but I know about Lada. Some old movies, English movies, especially Russian touch movies. Now too much people coming. What happened? Yeah, today weekend. Ah, Sunday. Yeah. Families. നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നതിന് കഴിഞ്ഞ് നല്ല തിരക്കായി. ശരിക്കും ഈ ഒരു ഓവർഫ്ലോ കനാൽ, ഈ കാണുന്നത് ഓവർഫ്ലോ കനാലാണ്. ഈ റിസർവർ നിറയുമ്പോൾ ഇതുവഴി ഓവർഫ്ലോ ആയിട്ടുള്ള വെള്ളം പോകുന്ന ഒരു കനാലാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായി. ഒരുപാട് ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട്. ഇതൊരു ഉൾനാടൻ ഗ്രാമമാണ്, പക്ഷേ റോഡിൻ്റെയൊക്കെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റിയുള്ള റോഡുകളാണ്. അതുപോലെ സിഗ്നലിംഗ് എല്ലാം കറക്റ്റാണ്. സൈൻ ബോർഡുകളൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും പൂക്കളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ നല്ല പൂക്കളുണ്ട്. ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. What is the numbering? This is road. Street number. No. Road number. Okay. നമ്മൾ സിയോണി ഡാം കണ്ടില്ലായിരുന്നോ? അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതൊരു ചെറിയ ഡാമാണ്. അയോറി റിവറിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഡാമാണ്. പൽദോ എന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ പേര്. 1960 USSR തന്നെ നിർമ്മിച്ച ഒരു ഡാമാണിത്. നാലാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഐബീരിയൻ രാജാവായിരുന്ന കിങ് അസ്പാഗർ നിർമ്മിച്ച ഒരു കോട്ടയാണിത്. ഉജർമ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഉജർമയാണ് ഈ സ്ഥലം. ഇവിടെ ഇറങ്ങണമെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാൻ ഇവിടെ ഇറങ്ങണമെന്നായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ട് നമ്മൾ ഉജർമ ലേക്കിൽ ഇറങ്ങുന്നുണ്ട്.
ഉജർമ ലേക്കിൽ ഇറങ്ങിയിട്ട് തിരിച്ച് ടിബിലിസിക്ക് പോകാനാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. നമ്മൾ ഉജർമ വില്ലേജ് എത്തി. ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഉജർമ ഫോർട്ടും പിന്നെ ഉജർമ ലേക്കുമാണ്. ഉജർമ ഫോർട്ട് നേരത്തെ കഴിഞ്ഞാണല്ലോ. ഇപ്പോൾ ഈ ഉജർമ ലേക്കിനടുത്ത് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ലേക്കും അതിനോട് ചേർന്നിട്ടുള്ള കൃഷികളും ഒക്കെയാണ്. കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ച് വീടുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു റോഡിലോട്ട് ഇറങ്ങുകയാണ്. ദൂരെ നമുക്ക് ഉജർമ ലേക്കിൻ്റെ വെള്ളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തണുപ്പ് സമയത്ത് ഈ ഭാഗത്ത് നന്നായിട്ട് മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് എന്നാണ് ഗൈഡ് പറഞ്ഞത്. എന്നിട്ട് ഈ മഞ്ഞ് ഉരുകിയിട്ട് വേനലാകുന്ന സമയത്ത് മഞ്ഞ് ഉരുകിയിട്ടാണ് ഈ ലേക്കിലെ വെള്ളം രൂപപ്പെടുന്നത്. നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ തടാകത്തിൻ്റെ കരയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല തണുത്ത കാറ്റാണ്, വെയിലുണ്ട്. ശരി, ഐലൻഡ് ഇതിൻ്റെ രണ്ട് വശത്തും വെള്ളമാണ്. നമ്മൾ നടുക്കൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ വെള്ളം ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ്. Wild ducks. ഓക്കെ. ഇതിനകത്ത് ഈ വൈൽഡ് ഡക്കുകളൊക്കെ ഉണ്ടെന്നാണ് ഹൈഡിങ് അണ്ടർ. Evenings they will come out. Sometimes they fishing. ഉജർമ ലേക്കിൽ വലുതായിട്ട് കാണാനൊന്നുമില്ല. ഇത് വഴി പോകുമ്പോൾ ഒന്നിറങ്ങി ജസ്റ്റ് കാണാമെന്നുള്ളേ ഉള്ളൂ. വെള്ളമുള്ള സമയത്ത് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബേർഡ് വാച്ചിങ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കുറേ പക്ഷികളെയൊക്കെ കാണാൻ പറ്റും. ഈ ഒരു കാടിനിടയിലൊക്കെ പുല്ല് ഒരുപാട് വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനിടയിലൊക്കെ ഒരുപാട് പക്ഷികളുണ്ട്. അപ്പോൾ പക്ഷി നിരീക്ഷണത്തിൽ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെയാണ്. അല്ലാതെ നമ്മൾ ഇതുവഴി ജസ്റ്റ് പോകുന്ന വഴിക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ലേക്കിൻ്റെ അങ്ങേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കർഷകരുടെ ചെറിയ വീടുകളും അതിൻ്റെ പുറത്ത് മേഞ്ഞ് പശുക്കളും കുതിരകളും ഒക്കെ മേഞ്ഞ് നടപ്പുണ്ട്. ആടുകളുണ്ട്, കോഴികളുണ്ട്. ഇവിടെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. കാണുന്നതാണ് മെയിൻ റോഡ്. അവിടെ കാണുന്നുണ്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ എതിർവശത്ത്, അതിൻ്റെ അപ്പുറത്തെ സൈഡും മുഴുവൻ ചോളം കൃഷിയാണ്. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് അവർ വയൽ മെതിച്ചിങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പുല്ല് കൃഷിയായിരുന്നു ചോളം കൃഷിയായിരുന്നു എന്നറിയില്ല. പക്ഷേ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടി റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉജർമ ലേക്കിലെ കാഴ്ചകളും കണ്ടു. നമ്മളിപ്പോൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇനി നാളെ ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ കുട്ടൈസിയിലോട്ട് പോകും. പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കണ്ട് നേരെ കുട്ടൈസിയിലോട്ട് പോകും. നാളെ മുഴുവൻ കുട്ടൈസിയിലുണ്ടാവും. മറ്റന്നാൾ രാവിലെയാണ് നമുക്ക് ദുബായിക്കുള്ള ഫ്ലൈറ്റ്. വലിയ രീതിയിൽ ചോളത്തിൻ്റെയും ഗോതമ്പിൻ്റെയൊക്കെ വയലുകൾ കാണുന്നത് ആദ്യമായി. ഒരു
സ്ഥലത്ത് വെള്ളം വാങ്ങാൻ വേണ്ടി ഒരു ചെറിയൊരു ഷോപ്പിൽ നടത്തിയതാണ്. ആ ഒരു ഷോപ്പിലാണ് നമ്മൾ വെള്ളം വാങ്ങാൻ നിർത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നു. ഈ ഇവിടുന്ന് ടിബിലിസിക്ക് 27 കിലോമീറ്റർ ആണല്ലോ. വസ്യാനി എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ടൗണിനുള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഈ കെട്ടിടങ്ങളുടെയൊക്കെ ശൈലിയൊക്കെ മാറി. അടുത്തടുത്ത് ബിൽഡിങ്ങുകളും റോഡിലൊക്കെ കുറച്ച് തിരക്കായി. സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ഉപജീവനമാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. എല്ലാ ആൾക്കാരും നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ട്രാക്ടർ ഷോപ്പുകൾ, ട്രാക്ടറിൻ്റെ ഫ്രാഞ്ചൈസികൾ, അതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളം, വിത്തുകളൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് റോഡിൻ്റെ സൈഡിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്, നല്ല ഹൈറ്റുള്ള സ്റ്റാച്യു ആണ്. അതിന് Is this airport? Yeah, this side. After these buildings. Okay. ഈ ബിൽഡിങ്ങുകളുടെ പുറകിലാണ് എയർപോർട്ട് വരുന്നത്. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഇടതുവശത്ത്. ന്യൂ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. എൻ്റെ റെയിൽവേ ലൈന് കാണുന്നുണ്ട്. ഒറ്റ ബാഗ് അത് റെഡി. ഗുഡ്വിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. മറ്റു മാളുകളെ അപേക്ഷിച്ചിട്ട് വില കുറവാണ്. ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു മാളാണ്. ഇവിടെ ഉണ്ടോ? അതുപോലെ തന്നെ ഇവിടെ വേറെയും റൈസ് ഐറ്റംസ് ഉണ്ട്. റൈസ് ഇൻ ചൈനീസ് എന്ന് പറഞ്ഞാണ് ഇത്. അത് കഴിഞ്ഞിട്ട് അവിടെ സ്വീറ്റ് പുലാഫ്, പുലാവിന് അവർ പുലാഫ് എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ? ഇതും ചിക്കൻ ഫില്ലറ്റ്, ഇതും നമുക്കൊരു ചെറിയ ബോക്സ് വേണം. ഈ ഒരു ഏരിയയിൽ ഫ്രഷ് വെജിറ്റബിൾസാണ്. ഞാനൊരു യാൻഡെക്സ് ഗോ ടാക്സിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു പെട്രോൾ പമ്പ് വെച്ചിരിക്കുന്നുണ്ട്. ചെറിയൊരു ക്യാബിനും ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു സ്റ്റേഷനും ഒരു കിയോസ്കും വെച്ചിട്ടുണ്ട്.